ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇഞ്ചത്തൊട്ടി വരെ പോയി, ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാണാൻ പോയി. അപ്പോൾ പോയ വഴിക്ക് കുറേ സ്ഥലങ്ങൾ കണ്ടു. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. അപ്പോൾ അത് ഞാൻ കണ്ടത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു കൊടുക്കണ്ടേ, അത് കാരണം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യമേ ആദ്യം കീരമ്പാറ, അവിടെ കുറേ ഇതിലേ പോകുമ്പോൾ കുറേ പള്ളികളാണ് ഞാൻ കണ്ടത്. പള്ളികളൊക്കെ ഉണ്ട്, നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പോവാണ്. കീരമ്പാറയിൽ കൂടെ പോയിട്ട് പാലമറ്റത്ത് ചെന്നിട്ട് ഒരു വണ്ടി മുമ്പ് പോകണ്ടേ, എന്നാലും സാരമില്ല, നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ അച്ചുമോക്കയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ടുള്ള പരിപാടിയാണിത്. അങ്ങനെ പുന്നേക്കാട് കഴിഞ്ഞ് പാലമറ്റം എന്ന് പറഞ്ഞ സ്ഥലം, എല്ലാം പോണ വഴിക്കൊക്കെ ചെറിയ നല്ല ഭംഗിയുള്ള പള്ളിയും വീടുകളും സ്ഥലമൊക്കെ കണ്ടു. പിന്നെ കുറേ അങ്ങ് പോയപ്പോൾ പാലമറ്റത്തും ചെന്നു. നിങ്ങൾ ഇഞ്ചത്തൊട്ടി പാലം കാണാൻ പോയതാണ്. ഇഞ്ചത്തൊട്ടി പാലം ഞാൻ അടുത്ത വീഡിയോയിൽ ഇഞ്ചത്തൊട്ടി പാലം ഞാൻ കാണിക്കുന്നതാണ്. നല്ല മനോഹരമായ നല്ല സൂപ്പർ സ്ഥലമാണ്. ഞാൻ കോതമംഗലത്ത് വന്നിട്ട് കുറേ വർഷമായെങ്കിലും ഞാൻ ഇതൊക്കെ കാണാതെ ഇപ്പോഴാട്ടോ. ഇഞ്ചത്തൊട്ടി പാലം എന്നൊക്കെ ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പോകാനുള്ള സമയമോ സന്ദർഭമൊന്നും കിട്ടിയില്ല. ഇപ്പോഴാണ് അതിനുള്ള സമയവും സന്ദർഭമൊക്കെ കിട്ടിയത്. അത് കാരണം അങ്ങ് പോയി. മോള് വന്നിട്ടുണ്ടല്ലോ, അപ്പം മോളുടെ കൂടെ ഒരു കറക്കവും കൂടെ അയക്കാമെന്ന് വിചാരിച്ച് ഇഞ്ചത്തൊട്ടി പാലം കാണാൻ കൊണ്ടുപോയതാണ് കൊച്ചിനെ. അത് നല്ല ഭംഗിയുണ്ട് സ്ഥലം. ഞാൻ എന്നിട്ട് പറയതേ, ഇത്ര വർഷമായി ഞാൻ ഇവിടെ കോതമംഗലത്ത് വന്നിട്ട് 20 വർഷമായി. ഈ സ്ഥലം ഞാൻ ഇപ്പോഴാലോ കാണണേ. ഇച്ചിരി നേരത്തെ വന്ന് കണ്ടായിരുന്നു. പക്ഷെ നേരിമംഗലം ഇഞ്ചത്തൊട്ടിപ്പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ നല്ല സ്ഥലമാണ്. നേരിമംഗലം വരെയും കാടും പ്രദേശമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചുമോള് മടുത്തു. എന്നാൽ പിന്നെ ഒരു ദിവസം പോവാച്ച നമുക്ക് വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ കൊണ്ട് തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ആ ഹൈപ്പും കൂടി ഒന്ന് ചെയ്യണേ. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഒന്ന് കൂട്ടാക്കിക്കൊള്ളു. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെ വളരെ സന്തോഷം, സ്നേഹം. മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ എന്താ പറയുക, റബ്ബറിൽ ഇങ്ങനെ മഴക്കാലം വരുമ്പോൾ അതിനെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിങ്ങനെ നിൽക്കും വെട്ടാൻ പാകത്തിന്. അങ്ങനെയുള്ള സ്ഥലമൊക്കെ അവിടെയൊക്കെ കുറേ റബ്ബർ മരങ്ങളാണ് മൊത്തം. അപ്പുറത്തും ഇപ്പുറത്തും റബ്ബർ മരങ്ങളാണ് കാണുന്നത്. വീടൊന്നും അധികം അങ്ങനെ ഇല്ല, പക്ഷേ റോഡ് സൈഡിൽ നല്ല മനോഹരമായ കുറേ സ്ഥലങ്ങൾ, പള്ളികൾ ഒക്കെയാണ് കണ്ടത്. മനോഹരമായ കുറേ പള്ളികളുണ്ട്, കുറച്ച് വീടുകളുണ്ട്. പിന്നെ ഇങ്ങനെ മല പോലെ കാണാം. ഒക്കെ നല്ല രസമാണ്. സമയമെടുത്ത് കണ്ടു പോകാൻ നല്ല സൂപ്പർ സ്ഥലം. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകും. അതുപോലത്തെ നല്ല പച്ചപ്പുള്ള സ്ഥലം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകും. റബ്ബറുണ്ട്, കണ്ണാടിയുണ്ട്, കുറേ മരങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓണപ്പരിപാടി നടക്കുന്നു. കുറേ പിള്ളേർ ഒട്ടപ്പൂർന്നു. എന്നിട്ട് വണ്ടിയൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ പോകാനൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മളിങ്ങ് പോന്നു. നല്ല പ്രദേശം, നല്ല സ്ഥലം. കൂട്ടുകാർക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ.
കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ഇടണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ഇടണം. കണ്ടോ എന്ത് മനോഹരമാണ് നോക്കിയേ. ഒരു വീട് പോലും ഇല്ല, കുറേ ഇങ്ങനെ സ്ഥലമാണ്. റബ്ബർ തോട്ടമാണ്, റബ്ബർ തോട്ടം. കന്നാരിയും റബ്ബർ തോട്ടവും ഒക്കെയാണ്. കണ്ടോ റബ്ബർ തോട്ടം നിൽക്കണേ. എങ്ങനെയുണ്ട് കൂട്ടുകാരി? സൂപ്പറാണോ? രണ്ട് വശവും ഇതുണ്ടാവോ, മഴ പെയ്യുമ്പോൾ വെട്ടാൻ പാകത്തിന് അതിനെ പ്ലാസ്റ്റിക്കും കൊണ്ട് കവർ ചെയ്ത് വെച്ചേക്കുക. അപ്പം മഴ നനയില്ലല്ലോ വെട്ടാനേ. റബ്ബർ വെട്ടണ കണ്ടിട്ടുണ്ടോ? അത് മഴക്കാലത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ ഇട്ടാക്കണ്. നിങ്ങളുടെ അവിടെയൊക്കെ, കൂട്ടുകാരുടെ അവിടെയൊക്കെ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്.